മെഡിക്കൽ ഹിസ്റ്ററി ലിറ്ററലി എഴുതി തള്ളിയതാണ്. ഇനി ഇതില്ല, ഇനി ഡാൻസേ ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഇനി ചെയ്യാൻ പറ്റില്ല, അരുണയ്ക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയാണ് അവർ പറഞ്ഞത്. I keep the community going, so I stand as an inspiration to a lot of people in the industry. ഞാൻ പഠിപ്പിക്കുന്ന കണ്ട ആരും പറയില്ല എനിക്ക് ഇങ്ങനെ ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെന്ന്. എൻ്റെ ചിരി കണ്ടാൽ പറയില്ല എനിക്ക് ഇതിൻ്റെ പുറകിൽ ഞാൻ വേദനയെ കൂടിയാണ് ഈ ചിരിക്കുന്നതും സംസാരിക്കുന്നതും ഒരു മനുഷ്യനും തോന്നില്ല. വൈബ്, ഫിറ്റ്നസ്, ഹാപ്പിനെസ്, ഇത് മൂന്നും കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മൾ എപ്പോഴും തേടുന്നത് അല്ലേ? അങ്ങനെയുള്ള സ്ഥലത്തെത്തുമ്പോൾ നമുക്ക് കൂടുതൽ പോസിറ്റീവ് എനർജി വരും, കൂടുതൽ ഇൻസ്പിറേഷൻ വരും. അങ്ങനെയൊക്കെയുള്ള ഒരാളുടെ കൂടെയാണ് നമ്മുടെ ഒരു ഫിറ്റ്നസ് ജേണി എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവും. ഗ്രോ വിത്ത് ഏജ് അങ്ങനെയുള്ള സ്ഥലമാണ്. ലൈഫിൽ ഒരുപാട് ചാലഞ്ചസ് നേരിട്ട് ഒരു മിറാക്കിളിലൂടെ ലൈഫിലോട്ട് തിരിച്ചെത്തി ഡാൻസ് സ്വന്തം ജീവിതമായിട്ട് കരുതി ആ ഡാൻസ് തന്നെ കൂടുതൽ ആൾക്കാർക്ക് ജീവിതത്തിൽ ഹാപ്പിനെസ് നൽകിക്കൊണ്ടിരിക്കുന്ന അരുണയാണ് നമ്മളോടൊപ്പം ഉള്ളത്. സിംപ്ലി ആൻഡ് സ്ട്രെയിറ്റ്, എന്താണ് ബോളിക്സ്? ബോളിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബോളിവുഡ് വർക്കൗട്ട് ഒരു ബ്രാൻഡാണ്. ബോളിക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. അതിൽ നമ്മുടെ ഇന്ത്യയിലുള്ള ബോളിവുഡ് സ്റ്റൈൽസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫിറ്റ്നസ് ഡാൻസ് കാർഡിയോ വർക്കൗട്ടാണ് ബോളിക്സ്. ഈ ബോളിക്സിൻ്റെ ഓൾ ഇൻ ഓൾ ആണ് അരുണ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. ഞങ്ങളെപ്പോലെ കുറേ ഓൾ ഇൻ ഓൾസ് അക്രോസ് ദ ഗ്ലോബ് ഉണ്ട്. ഇന്ത്യയുടെ ബോളിക്സ് ഫിറ്റ്നസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി മെൻറ്ററാണ് ഞാൻ. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ആർക്കെങ്കിലും ബോളിക്സ് ഫിറ്റ്നസ് പഠിപ്പിക്കാനായിട്ടുള്ള ഇൻസ്ട്രക്ടർ ആകാൻ ലൈസൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അവരെ ട്രെയിൻ ചെയ്യുന്ന ആളാണ് കമ്മ്യൂണിറ്റി മെൻറ്റേഴ്സ്. അപ്പോൾ ഇന്ത്യയിൽ ഒരാളേ ഉള്ളൂ, അതിപ്പോൾ ഞാനാണ്. ഇനി ഫ്യൂച്ചറിൽ കുറേ ആൾക്കാർ വരും. കാരണം ഇത് കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് US ഇന്ത്യയിലല്ല. അപ്പോൾ ഇന്ത്യയിൽ ഇത് 2019 ഇത് നമ്മൾ കൊണ്ടുവരുന്നത്. ആദ്യമായിട്ട് ലൈസൻസ് എടുത്ത് പിന്നെ മെൻറ്ററായി. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഒരുപാട് കുട്ടികൾ വന്ന് ട്രെയിനിങ് എടുത്ത് അവർ പഠിപ്പിക്കുന്നുണ്ട്. സോ അതാണ് ബോളിക്സിൻ്റെ ഒരു ഇത്. നിസ്സാരമായിട്ടും പറഞ്ഞു തള്ളെങ്കിലും കൂടി ഇപ്പം ഡാൻസർ ആയിരുന്നു, അങ്ങനെയൊക്കെ ഇറങ്ങിത്തിരിഞ്ഞ് ഗ്രൂവിലെത്തി എന്നൊക്കെ നിസ്സാരമായിട്ട് പറയുമെങ്കിലും ഒരു മെഡിക്കൽ കണ്ടീഷനും കൂടി ഫേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഈ ഒരു സ്റ്റേജിൽ എത്തിയിരിക്കുന്നത്. ആ ഒരു കഥ എങ്ങനെയായിരുന്നു? സോ ഞാൻ 2016 ലൈസൻസ് ഒക്കെ എടുത്ത് ഞാൻ ഒരു കൈൻഡ് ഓഫ് ഇതിലൊന്ന് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് ഒന്ന് കയറി വരുന്ന ഒരു ടൈമിൽ എനിക്ക് പെട്ടെന്നൊരു ദിവസം എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. എനിക്ക് അവിടെ ഇവിടെയൊക്കെ ചെറിയ നെർവ് പുള്ളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഞാനതൊന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ല എനിക്ക്. ബിക്കോസ് എല്ലാവരും പറഞ്ഞു ഇത് ഇങ്ങനത്തെ ഫിറ്റ്നസ്സിലേക്ക് വരുമ്പോൾ മസിൽ പെയിൻ, ജോയിൻറ്റ് പെയിൻ ഇതൊക്കെ വരും എന്ന് പറഞ്ഞു. ഉണ്ടാവുമല്ലോ, നമുക്ക് സോർനെസ് ഒക്കെ വരും. ഞാൻ അങ്ങനെ അതിനെ കണ്ട് തള്ളിക്കളഞ്ഞതാണ്. പക്ഷേ ഒരു ഫൈൻ ഡേ 2017 ടുവേർഡ്സ് ദ എൻഡ് ഓഫ് നവംബർ എനിക്കൊരു ഡേ എനിക്ക് രാവിലെ പെട്ടെന്ന് എൻ്റെ കാലിൽ എനിക്കൊരു എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ വന്നിട്ട് ഞാൻ രാവിലെ കണ്ണ് തുറക്കുകയാണ്. പിന്നെ എനിക്കറിയില്ല, ഞാൻ കരയുവാണ്. ഞാൻ ആൾറെഡി വിളിച്ച് കരയാൻ തുടങ്ങി. വീട്ടുകാരെല്ലാം ഓടിക്കൂടി എന്ത് പറ്റി എനിക്ക് മനസ്സിലാവില്ല. എനിക്ക് കാലനക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഈ ലെഫ്റ്റ് ലെഗ് ഒരു രീതിയിലും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റുന്നില്ല വേദന കാരണം. അപ്പം തന്നെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി ഒരുപാട് ടെസ്റ്റ്, MRI സ്കാൻസ്, അത് ഇത്. പക്ഷെ ഇതിലൊന്നും എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ ആൾക്കാർ ചോദിച്ചു ഇനി എനിക്ക് വല്ല മാനസികമാണോ? അപ്പോൾ ഞാനും ചോദിച്ചു എനിക്ക് വല്ല മാനസികമാണോ, ഞാൻ ആലോചിച്ച് വരുത്തി കൂട്ടിയതാണോ? ബിക്കോസ് എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ തൊടയെന്നൊക്കെ പിച്ചി പറിച്ച് ഫ്ലഷ് എടുക്കുന്ന പോലത്തെ ഒരു പെയിൻ. അതിന് ഒരുപാട് നാൾ ഒരു ക്യൂറും ഇല്ലാണ്ട് ഞാൻ പല ഹോസ്പിറ്റലുകൾ, പല മരുന്നുകൾ, പല ആയുർവേദ സെൻറ്റേഴ്സ്, റേക്കി, അത് ഇത്, നാഡീ ചികിത്സ, എനിക്കിനി ചെയ്യാൻ ബാക്കിയൊന്നും ഇല്ലാത്ത രീതിയിൽ ഞാൻ എനിക്ക് നടക്കാനൊന്നും പറ്റില്ലായിരുന്നു. 1 year 2018 ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ഞാൻ ബെഡ് റിഡൺ ആയിപ്പോയി എന്ന് വേണേൽ പറയാം. എനിക്ക് ഇരിക്കുന്നിടത്തുനിന്ന് എണീക്കണമെങ്കിൽ ഒരു ഹെൽപ്പ് വേണം. അങ്ങനെ അപ്പോൾ 2018 January 1 എന്നോട് ഡോക്ടർ പറഞ്ഞത് യൂസ് എ വീൽ ചെയർ അല്ലെങ്കിൽ യൂസ് എ ക്രച്ചസ്, അതില്ലാണ്ട് അവർക്ക് എണീക്കാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ അന്ന് IT ഫീൽഡിൽ AO ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു IT ഫേമിൽ.
ഞങ്ങളുടെ ഫാമിലി ബിസിനസ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ റിസൈൻ ചെയ്യുക, തൽക്കാലം ഇപ്പോൾ ഒന്നും വേണ്ട, നമുക്ക് കാലെങ്ങനെയെങ്കിലും ഒന്ന് നോക്കി ഇതെന്താന്ന് കണ്ടുപിടിച്ച് ശരിയാക്കി എടുത്തിട്ട് പിന്നെ പതുക്കെ നോക്കാം. പക്ഷേ ഫോർ ദ ടൈം ബീങ് ലെറ്റ്സ് ബൈ എ വീൽ ചെയർ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതും കൂടെ കേട്ടപ്പോൾ ഐ വാസ് ലൈക്ക് കംപ്ലീറ്റ്ലി ഞാനപ്പോൾ ഇത് ലൈക്ക് ഇങ്ങനെ ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം പുറത്ത് പോകണം അതൊക്കെ എൻ്റെ തലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ലൈക്ക് എന്താ ഹോൾ വേൾഡ് ക്രംബിൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ എല്ലാ ഡ്രീംസും പോയി. എന്താ വെച്ചാൽ വീൽ ചെയറിൽ ഇരിക്കാൻ പറഞ്ഞാൽ പിന്നെ എന്താ ഒന്ന് ആലോചിക്കാൻ കൂടെ പറ്റാത്തൊരു കാര്യമാണ്. ഓടി നടന്ന് ക്ലാസ് എടുക്കുന്നു, രാവിലെ ജോലിക്ക് പോകുന്ന ഒരാളോട് വീൽ ചെയറിലിരുന്ന ലൈഫ് സ്പെൻഡ് ചെയ്ത് ഇനി ഡാൻസേ ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഇനി ചെയ്യാൻ പറ്റില്ല, അരുണയ്ക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയാണ് അവർ പറഞ്ഞത്. ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി. എൻ്റെ ഒരു ഫ്രണ്ട് അന്ന് വിദേശത്ത് കാനഡയിലുണ്ട്, അവൾ എന്നെ അവിടെ വരെ കൊണ്ടുപോയി. ഷീ ടുക്ക് മീ ദെയർ ആക്ച്വലി. അവിടെ ഒരു 3-4 months അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അതിലൊന്നും എനിക്കൊരു ക്യൂറോ ഒരു റിക്കവറി ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ തിരിച്ചിവിടെ വന്നു. ഇവിടെ വെച്ചിട്ട് എൻ്റെ വളരെ ക്ലോസ്, കുഞ്ഞിലേ മുതൽ എൻ്റെ കൂടെ ഒന്നിച്ച് പഠിച്ചൊരു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഹീര എന്ന് പറഞ്ഞിട്ട്, അവൾ എന്നെ പറഞ്ഞു അരുണ, ഞാനപ്പോൾ എൻ്റെ ഫുൾ ഹോപ്പൊക്കെ പോയി, ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയി. ഞാൻ ആരോട് സംസാരിക്കേണ്ടായി. ഒരു റൂമിൻ്റെ ഉള്ളിൽ എൻ്റെ ലൈഫ് ഞാൻ അങ്ങനെ ലൈക്ക് ഞാൻ അവിടെ കിടക്കും, എനിക്ക് ഭക്ഷണമൊക്കെ മുറിയിൽ കൊണ്ടുതരും, ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ആരെങ്കിലും കൊണ്ടിരുത്തിയൊക്കെ തരും, അങ്ങനെയൊക്കെ ആയി അല്ലെങ്കിൽ എൻ്റെ ലൈഫ്. അപ്പം ആ ഒരു ടൈമിൽ ഇവൾ എന്നെ വിസിറ്റ് ചെയ്യാൻ US വരുവാണ്. അപ്പോൾ അവൾ പറഞ്ഞു ഇല്ല നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അവളില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇന്ന് നടക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഡോക്ടേഴ്സ് ഓഫ് കോഴ്സ് അവരാണ് ഹെൽപ്പ് ചെയ്തത്. പക്ഷേ അവൾ കണ്ടുപിടിച്ച് എന്നെ ഡോക്ടർ പത്മനാഭ ഷേണായുടെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടറും പറഞ്ഞത് ഇതിനും ഫൈബ്രോമയാൽജിയുടെ സിംറ്റംസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്, പക്ഷേ ഫൈബ്രോമയാൽജി അല്ല. ഫൈബ്രോമയാൽജി ജനറലൈസ്ഡ് പെയിൻ ആയിട്ട് ഹോൾ ബോഡി വരും. എനിക്കിതെല്ലാം കൂടെ സോഴ്സ് ചെയ്ത് എൻ്റെ ഒരു കാലിൽ മാത്രം, എൻ്റെ കാലാണെന്നില്ല, എൻ്റെ കാല് തൊടാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ വെട്ടിപ്പിടിക്കുന്നു. അപ്പം മസിലിന് എന്തെങ്കിലും പ്രോബ്ലം ആണോ എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ മസിൽ സ്കാനിലും ഒന്നിലും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് അവർ എല്ലാ ഇങ്ങനത്തെ ഓപ്ഷൻസും റൂൾ ഔട്ട് ചെയ്യുമ്പോൾ വരുന്നൊരു ഇതാണ് ഫൈബ്രോമയാൽജിയയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. ഇപ്പോൾ ഒരുപാട് സ്ത്രീകളിലുള്ളൊരു പ്രോബ്ലം ആണ് കേട്ടോ ഈ ഫൈബ്രോമയാൽജിയ എന്ന് പറയുന്നത്. ജനറലൈസ്ഡ് ആയിട്ട് ശരീരം മുഴുവൻ ഇങ്ങനെ സൂചി കൊണ്ട് കുത്തുന്ന പോലെ പെയിൻ വരും. ഒരുപാട് സ്ത്രീകൾ എൻ്റെ ഇവിടെ വരുന്ന ഒരുപാട് പേർക്കുണ്ട്. പക്ഷെ അവരൊന്നും അവർ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ ക്ലാസ്സിൽ വരും. എന്ന് വെച്ചാൽ ആ ഒരു ബോഡിക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടാൻ, അല്ലെങ്കിൽ നമ്മൾ കല്ലിച്ചു പോകും, നമ്മളങ്ങനെ ഇരുന്ന് പോകാം, വേദന നമ്മൾ അനങ്ങാതെ നമ്മൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയി പോകും. ബിക്കോസ് എന്താ അറിയോ, ഒരു മെഡിക്കൽ പ്രോബ്ലംസ് ഒരു ടെസ്റ്റിലും നമുക്കൊരു പ്രോബ്ലം ഉള്ളതായിട്ട് അവർ കാണിക്കത്തില്ല. ബ്ലഡ് ടെസ്റ്റ് ഇസ് ക്ലിയർ, എല്ലാ ബ്ലഡ് ടെസ്റ്റും ക്ലീൻ ആണ്. ബോൺ സ്കാനിങ്, MRI അങ്ങനെയുള്ള എല്ലാം ഒരു കുഴപ്പമില്ല. പിന്നെ എന്താ വേദന പോവാത്ത, ഇതിന് എന്ത് മരുന്നാണ് ഉള്ളത്? ഇതിന് മെഡിസിനും ഇല്ല. ഹെൽപ്ലെസ് കണ്ടീഷൻ. ഇതിന് മെഡിസിൻ എന്ന് പറഞ്ഞാൽ ആകെ പെയിൻ കില്ലേഴ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് നെർവ് ഡിപ്രസൻസ്, ഈ നെർവ്സ് ഭയങ്കര അഗ്രസീവായിട്ട് ആവാതെ ഇരിക്കാനുള്ള കുറച്ച് നെർവ് ഡിപ്രസൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഭയങ്കര ഡിപ്രഷനൊക്കെ വരും. ഞാൻ ശരിക്കും ആ 2018 മുഴുവനും അനുഭവിച്ചതാണ്. അപ്പോൾ ഇവിടെ എന്നെ ആ ഡോക്ടറിൻ്റെ അടുത്ത് ഇവിടെ നിന്ന് കാറൊക്കെ പിടിച്ച് വലിച്ചിരുത്തി കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അരുണ ഇതൊരു ക്രോണിക് പെയിൻ ആണ്. എന്ത് ക്രോണിക് പെയിൻ ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, പക്ഷേ ഫൈബ്രോമയാൽജിയുടെ സിംറ്റംസ് ഇതിൻ്റെ അകത്തുണ്ട്, എന്നാൽ ബാക്കിയുള്ള സ്ഥലത്ത് ഇല്ല. എന്തായാലും അതൊരു ബ്ലെസ്സിങ് ആണ്. ഇത് മുഴുവൻ വന്ന് എന്ത് ചെയ്തേനെ. അങ്ങനെ ഡോക്ടറിൻ്റെ മെഡിക്കേഷനിൽ ഞാൻ പതുക്കെ നടക്കാൻ തുടങ്ങി. അറ്റ്ലീസ്റ്റ് ഒരു 2 weeks കഴിഞ്ഞപ്പോൾ എൻ്റെ വേദന എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി. 1 month കഴിഞ്ഞപ്പം ഡോക്ടറും പറഞ്ഞു വരുന്ന വേറെ എന്തെങ്കിലും ജോബ് നോക്കാം. ഞാൻ അവിടെ നിന്ന് കരയുമായിരുന്നു. എനിക്ക് എന്താ ചെയ്യുക, എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന. ഒരേ സമയത്ത് നമ്മുടെ ഈ തുടയിലൊരു 1000 സൂചി കുത്തി കയറുക, അല്ലെങ്കിൽ ഒരാൾ കത്തി വെച്ച് ഇങ്ങനെ മുറിച്ചുകൊണ്ടേ ഇരിക്കുക രാവിലെ തൊട്ട് രാത്രി വരെ. എന്തായിരിക്കും നമ്മുടെ അതാണ് ഫീൽ ചെയ്യുന്നത്. രാത്രിയൊക്കെ എത്രയോ തവണ എന്നെ എമർജൻസിയിൽ എടുത്തുകൊണ്ട് ഓടിയിട്ടുണ്ടെന്ന് അറിയോ, പെയിൻ കൂടിയിട്ട് അലറി കരഞ്ഞ്. നമ്മുടെ നമുക്കൊന്നും അറിയണം. നമ്മൾ ചുറ്റും ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തെറിഞ്ഞ് പൊട്ടിക്കും, മുടിയൊക്കെ വലിച്ച് പറിക്കുമായിരുന്നു. ഞാൻ പറിച്ച് കയ്യിലെടുക്കുമെന്ന് എനിക്ക് വേദന സഹിക്കാൻ പറ്റില്ല. എനിക്ക് ഒട്ടും ടോളറൻസ് ഇല്ല, പെയിൻ ടോളറൻസ് തീരെ ഇല്ലാണ്ടായിപ്പോയി. അങ്ങനെ ഈ ഡോക്ടറിൻ്റെ മെഡിക്കേഷനിൽ ഐ സ്റ്റാർട്ടഡ് വാക്കിംഗ് നടന്നു കഴിഞ്ഞ് ഞാൻ അപ്പോൾ എൻ്റെ സൂംബയൊക്കെ ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ്. ഒന്നുമില്ല, നത്തിങ്. അപ്പം ഞാൻ പഠിപ്പിക്കുന്നില്ല, ഒന്നുമില്ല. ഞാനിങ്ങനെ സമാധാനപരമായിട്ടൊക്കെ ഒരിടത്തിരിക്കുക. ബിക്കോസ് എല്ലാം തീർന്നല്ലോ, ഇനിയിപ്പോൾ വലുതായിട്ടൊന്നും ചെയ്യാനില്ലല്ലോ. ഒരു പാട്ട് കേട്ടോണ്ടിരുന്നപ്പോൾ എൻ്റെ ഈ ഇങ്ങനെ ലൈക്ക് അത് താളം പിടിക്കാൻ തുടങ്ങി നാച്ചുറലി. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് പറ്റും, എങ്ങനെയെങ്കിലും ഇത് എനിക്ക് ചെയ്ത് എത്തിക്കാം എന്നുള്ളൊരു തോട്ട് വന്നു. അത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു, ഞാൻ എടുത്തിരുന്ന ക്ലാസ്സുകളൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട് കോർപ്പറേറ്റിലൊക്കെ, അവരോടൊക്കെ എനിക്ക് പോരാ അവരെയാണ് ഞാൻ വിട്ടിരുന്നത്. ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് അവിടെ എത്തിച്ചു തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ എൻ്റെ വീട്ടുകാർ എന്നെ അവിടെ
ഒരു കസേരയിലൊക്കെ ഇരുത്തി അവിടെ കൊണ്ടുപോയി ഞാനൊരു കസേരയിൽ ഇരുന്നിട്ട് ഇരിക്കുകയാണ്. ഞാൻ കൈ കൊണ്ട് ഡാൻസ് കാലനക്കാൻ പറ്റില്ല ബിക്കോസ് എനിക്ക് ഭയങ്കര പെയിനാണ്. പക്ഷെ കൈ കൊണ്ടുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് അപ്പോൾ പിള്ളേർക്കും അറിയാം. അവരോട് ഞാൻ പറഞ്ഞു, അവർക്ക് എന്നെ കാണുന്നില്ലല്ലോ ക്ലാസ്സിൽ, അപ്പോൾ അവർക്ക് അറിയാം. അങ്ങനെ സ്ലോലി പിന്നെ ഞാൻ എണീറ്റ് ഒരു കാലിൽ ഇങ്ങനെ ഫോക്കസ് വെയിറ്റ് ഇട്ടിട്ട് അങ്ങനെ നിന്ന് പിന്നെ കുറച്ച് ജിമ്മിൽ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. എന്നെ കൊണ്ടാക്കി തരുമായിരുന്നു സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട്, മസിലിൻ്റെ സ്ട്രെങ്ത്തിന്. പക്ഷേ ഭയങ്കര ലിമിറ്റേഷൻസ് ആണ്. എല്ലാവരും ചെയ്യുന്ന രീതിയിലുള്ള ജിം വർക്കൗട്ട്സും കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും ഞാൻ ഇവിടെ കയറി ഡാൻസ് ചെയ്യുന്നത് ഒരു പെയിൻ കില്ലറും ഒരു നെർവ് ഡിപ്രസൻറ്റും കഴിച്ചിട്ടാണ് ഞാൻ ക്ലാസ്. എനിക്ക് രാവിലെയും വൈകുന്നേരം ഒക്കെ മെഡിസിൻ ഉണ്ട്. പക്ഷേ ക്ലാസ് എടുക്കുന്നതിൻ്റെ അന്ന് ഒരു എക്സ്ട്രാ പെയിൻ കില്ലറും കൂടെ എടുത്താൽ മാത്രമേ ഇപ്പോഴും എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. സോ എൻ്റെ ബോളിയക്സ് ഫാമിലിയിൽ എല്ലാവരും എന്നെ വിളിക്കുന്നത് വാക്കിംഗ് മിറക്കിൾ എന്നാണ്. ബിക്കോസ് എന്നെ മെഡിക്കൽ ഹിസ്റ്ററി ലിറ്ററലി എഴുതി തള്ളിയതാണ്. ഇനി ഇതില്ല. പക്ഷെ സംഹൗ ഞാൻ അവിടെ നിന്ന് എന്താ പറയുക, ഞാൻ ഞൊണ്ടി എന്താ പറയുക നടന്നൊക്കെ ക്ലാസ് എങ്ങനെയൊക്കെയോ എടുത്ത് പിന്നെ എനിക്ക് കുറച്ചുകൂടെ നമുക്കൊരു ആത്മധൈര്യം വരുമല്ലോ. എനിക്കൊരു ഓക്കെ ഇത് പറ്റും. അങ്ങനെ സ്ലോലി ഞാൻ അവിടെ നിന്ന് പ്രോഗ്രസ് ചെയ്ത് അപ്പോഴേക്കും കോവിഡും കാര്യങ്ങളൊക്കെ ആയി. വീണ്ടും പുറത്ത് പോകാനുള്ള ആഗ്രഹങ്ങളൊക്കെ അവിടെ സ്റ്റക്കാണ്, ഒന്നും നടക്കുന്നില്ല. പിന്നെ ഓൺലൈൻ ക്ലാസ് ആയപ്പോൾ ഞാൻ നീ ക്യാപ്പും ഇതിന് ചുറ്റും പട്ടീസൊക്കെ വലിച്ച് ചുറ്റി കെട്ടി മുറിക്കുക, പെയിൻ ഫീൽ ചെയ്തിരിക്കാൻ കെട്ടി വെച്ചിട്ട് എൻ്റെ പുറത്ത് പാൻറ്റ് വലിച്ച് കയറ്റി അങ്ങനെ ക്ലാസ്സൊക്കെ എടുത്ത് പതുക്കെ ഇരുന്നൊക്കെ ക്ലാസ് 21 ഒക്കെ ആയപ്പോൾ ഞാൻ ഇതിനോട് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ആയി. ഞാനും എൻ്റെ കാലും തമ്മിലൊരു ധാരണയിലെത്തി. ഞങ്ങൾ തമ്മിൽ കൂട്ടായി കുറച്ച്. ഇപ്പോഴും ഇപ്പോൾ നമ്മൾ ആസ് വി സ്പീക്ക് ഐ എം സ്റ്റിൽ ഇൻ പെയിൻ. അതാണ് ആ ക്രോണിക് പെയിനിൻ്റെ പ്രത്യേകത. അതിനൊരു ക്യൂർ ഇല്ല. അതൊരിക്കലും നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ അതിനൊരു ക്യൂർ ഇല്ല. ഇറ്റ് ഗോസ് ടു ദ ഗ്രേവ് വിത്ത് യു എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കത് എങ്ങനെ അതിനെ അക്കോമഡേറ്റ് ചെയ്യാം, നമുക്ക് എങ്ങനെ അത് കുറച്ചൊക്കെ ഒന്ന് ടോളറേറ്റ് ചെയ്ത് ഏത് രീതിയിൽ നമുക്ക് എങ്ങനെ ഈ വർക്കൗട്ടും കാര്യങ്ങളും കൊണ്ടുപോകാം എന്നുള്ളതൊക്കെയാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ നമ്മളവിടെ സ്റ്റക്കായിപ്പോവും. നമ്മളവിടെ നിന്നും നമുക്ക് മുമ്പോട്ടേക്ക് വരാൻ പറ്റത്തില്ല. സോ ഞാനിത് എൻ്റെ ക്ലയൻസിനൊക്കെ ഈ കഥകൾ അറിയാം. അപ്പം ഇത് കേൾക്കുമ്പോൾ ഇവർക്കും ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ. അയ്യോ ഇത്രയും വയ്യാഞ്ഞിട്ടാണോ? കാരണം ഞാൻ പഠിപ്പിക്കുന്ന കണ്ട ആരും പറയില്ല എനിക്ക് ഇങ്ങനെ ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെന്ന്. എൻ്റെ ചിരി കണ്ടാൽ പറയില്ല എനിക്ക് ഇതിൻ്റെ പുറകിൽ ഞാൻ വേദനയെ കൂടിയാണ് ഈ ചിരിക്കുന്നതും സംസാരിക്കുന്നതും ഒരു മനുഷ്യനും തോന്നില്ല. പിന്നെ എൻ്റെ മേക്കപ്പ് കണ്ടാൽ തീരെയും തോന്നില്ല. അല്ലെങ്കിൽ തനിക്കോ എന്താ അസുഖം കണ്ടാൽ തോന്നില്ലല്ലോ. അതിൻ്റെ ഒരു ഇൻവിസിബിൾ ഇൽനെസ് എന്നാ പറയാം. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നെർവ്സിനാണ് കംപ്ലയിൻറ്റ്. ബ്രെയിനിന് മനസ്സിലാവുന്നില്ല മൈ ലെഗ് ഈസ് ഓക്കെ. ഈ തിങ്സ് ലൈക്ക് ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. അപ്പം ബ്രെയിൻ ആ പെയിൻ റിസെപ്റ്റേഴ്സും ബ്രെയിൻ തമ്മിലുള്ള എന്തോ കണക്ഷൻ്റെ എന്തോ മാൽ ഫങ്ഷൻ എനിക്ക് തന്നെ വരണം. അപ്പം അങ്ങനെ സോ അത് ഞാനതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പഠിച്ചു എന്നുള്ളതാണ്. സോ എനിക്കറിയാം ഏത് ലെവലിൽ വരെ എൻ്റെ ബോഡിയുടെ എനിക്ക് പുഷ് ചെയ്യാം എന്നുള്ളത് അറിയാം. പിന്നെ ഞാൻ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യും, ഇവിടെ വന്ന് ക്ലാസ് എടുക്കും. മെയിനായിട്ട് ഇതാണ് എൻ്റെ ലോകം. ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, എൻ്റെ മുഖം മാറിയാലും എൻ്റെ ക്ലയൻസിന് അറിയാം വേദനയാണോ ഇന്ന്, ഒന്നുമില്ല വാ വാ വാ. അപ്പോൾ അവർക്കും ഒരു ഇൻസ്പിറേഷനാണ് നമ്മളിങ്ങനെ ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ അവരും വിചാരിക്കുമ്പോൾ ഇത്രയും വേദനയിലും എടുക്കുക പിന്നെ നമ്മൾക്കൊക്കെ എന്താ പ്രശ്നം വന്നാൽ എന്നുള്ള. അപ്പോൾ അങ്ങനെ I keep the community going. So I stand as an inspiration to a lot of people in the industry. ഇൻസ്ട്രക്ടേഴ്സിനാണെങ്കിലും ക്ലയൻസിനാണെങ്കിലും ബോളിയക്സ് തന്നെ ഇങ്ങനെയാണ് അതുകൊണ്ട് കൊണ്ട് നടക്കുന്നത്. ദേ നോ ലൈക്ക് ഫോർ എ റീസൺ ഐ ഹോൾഡ് ദ കമ്മ്യൂണിറ്റി ടുഗെദർ ഇൻ ഇന്ത്യ എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ ഞാൻ എന്നെ രാജിവെച്ച് ഇറങ്ങി പോകേണ്ട ഒരാളാണ്. അപ്പോൾ ഞാനത് ഐ ഡിഡൻറ്റ് ഗിവ് അപ്പ്. സോ ദാറ്റ് ഇസ് മൈ മെഡിക്കൽ സ്റ്റോറി, മെഡിക്കൽ ഹിസ്റ്ററി യു ക്യാൻ സേ. ഈ ബോളിക്സും ഗ്രൂവ് വിത്ത് ഏജയും തമ്മിലൊരു കണക്ഷൻ. സോ ഇവിടെ ഇപ്പോൾ ഞാൻ അവരെന്നെ 2019 ഞാൻ ഇതിൻ്റെ കമ്മ്യൂണിറ്റി മെൻറ്റർ ആയപ്പോൾ അവർക്ക് ദേ വോണ്ട് എ സ്പേസ് എവിടെയെങ്കിലും ട്രെയിനിങ്. കാരണം അത്രയും നാൾ ഇത് ഓൺലൈനാണ് നടന്നിരുന്നത്. അപ്പോൾ അവർക്ക് ഒരു ഓൺലൈൻ സ്പേസ് വേണം, അല്ല ഓഫ്ലൈൻ സ്പേസ് വേണം. കുട്ടികൾക്ക് വന്ന് ആക്ച്വലി അതിൻ്റെ തിയറിയും പ്രാക്ടിക്കൽസൊക്കെ ചെയ്യാനും ക്ലാസ് അറ്റൻഡ് ചെയ്ത് അത് പഠിക്കാനും കുറച്ച് എക്സ്പീരിയൻസ് പഠിപ്പിക്കാനൊക്കെ കിട്ടാൻ. അപ്പം ഞാൻ അതുവരെ ഫ്രീലാൻസ് ആയിട്ട് പല സ്റ്റുഡിയോസിലും കോർപ്പറേറ്റ്സിലൊക്കെ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, അരുണ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് തുടങ്ങാമോ, പറ്റുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു എവിടെയാണ്? അവർ ഡൽഹിയിലാണ് നോക്കിയത്. അപ്പം ഞാൻ ആ സമയം ഞാൻ പണ്ട് ഡൽഹിയിലായിരുന്നു, ഞാൻ ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്നു. അപ്പോൾ പിന്നെ ഇവിടെ സെറ്റിലായപ്പോൾ ഞാൻ ചോദിച്ചു എന്നാൽ നമുക്ക് കൊച്ചിയിൽ പിടിച്ചാലോ. അപ്പോൾ അങ്ങനെ ഇതൊരു അവരൊരു ട്രെയിനിങ്, അതിൻ്റെ ഒരു ട്രെയിനിങ് സെൻറ്ററാണ്. ഇന്ത്യയിൽ ഇതേ ഉള്ളൂ ട്രെയിനിങ് സെൻറ്ററായിട്ട്. അപ്പോൾ ഇപ്പം ഇന്ത്യയിൽ നിന്ന് ഓൺലൈൻ അല്ലാതെ ഓഫ്ലൈൻ ക്ലാസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വരണം. അപ്പോൾ നമ്മളൊരു ഡാൻസ് ഫിറ്റ്നസ് സ്റ്റുഡിയോ ആയിട്ട് ഗ്രൂവ് വിത്ത് AJ, ഗ്രൂവ് എന്ന് പറഞ്ഞാൽ ഡാൻസ്, AJ അരുണ ജയപ്രകാശ്. അപ്പോൾ അങ്ങനെ ഡാൻസ് എന്നുള്ളതിന് പകരം ഗ്രൂവ് വിത്ത് AJ എന്ന് പേരിട്ട്
നമ്മളതങ്ങ് തുടങ്ങി, അത്രയേ ഉള്ളൂ. പല പല ഏജിലുള്ള ആൾക്കാരല്ലേ ഇവിടെ എത്തുന്നത്, അവരൊക്കെ ആയിട്ടുള്ള ഒരു മിംഗ്ലിങ്ങും അവരൊക്കെ എത്തുമ്പോഴുള്ള റെസ്പോൺസൊക്കെ എങ്ങനെയുണ്ട്? ഐ എം ഗുഡ് വിത്ത് പീപ്പിൾ, താങ്ക് ഗോഡ്, ടച്ച് വുഡ്, ഐ എം ഗുഡ് വിത്ത് പീപ്പിൾ. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇസ് ഫ്രം സോഷ്യൽ വർക്ക്. അപ്പം എനിക്ക് ആളുകളുമായിട്ട് സംസാരിക്കാൻ ഇഷ്ടമാണ്. അങ്ങനൊരു ഇഷ്ടമുള്ളപ്പോൾ നമുക്കത് ഒരു ബുദ്ധിമുട്ടായിട്ട് ഒരിക്കലും തോന്നില്ല. എനിക്ക് ഇതിൻ്റെ പുറകിൽ ഒരു 14 to 15 years ഓഫ് ക്ലാസിക്കൽ ഡാൻസ് ട്രെയിനിങ് ഉള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് ആ ഒരു കളിക്കുമ്പോൾ നമ്മൾ വേറൊരാളായി പതുക്കെ, നാഗവല്ലിയല്ല, പക്ഷേ നമ്മൾ അതിലേക്ക് ഒത്തിരി ഇൻവോൾവ് ആകും. പിന്നെ ഈ ഒരു സോഷ്യൽ വർക്ക് ബാക്ക്ഗ്രൗണ്ടും അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ആൾക്കാരുമായിട്ട് സംസാരിക്കാനും, നമ്മൾ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മൾക്ക് ആ ഒരു അവർ നമ്മളെ നോക്കിക്കാണുന്നത് ഒരു കണ്ടോ അതുപോലെ അങ്ങനെ ചിരിക്കണം, അങ്ങനെ ആ ഒരു റോൾ മോഡൽ പോലെയാണ് അവർ കാണുന്നത്. പക്ഷെ നമ്മളെപ്പോഴും അവരിൽ ഒരാളാണ് ആക്ച്വലി. അങ്ങനെയാണ് നമ്മൾ അവരോട് സംസാരിക്കുന്നതും അവരെ ട്രീറ്റ് ചെയ്യുന്നതും. ഒരു ഇപ്പം എൻ്റെ ഇവിടെ വരുന്നത് ക്ലയൻറ്റ്, ഓഫ് കോഴ്സ് ക്ലയൻറ്റ്സ് ആണ്, ഐ റെസ്പെക്ട് ദം ആസ് ക്ലയൻറ്റ്സ്, ബട്ട് മോർ ദാൻ ദാറ്റ് ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി ഫോർ മീ. ക്ലാസിക്കൽ ഡാൻസേഴ്സ് അധികം കേൾക്കുന്ന ഒരു പരാതിയാണ് അവരുടെ ആ സ്റ്റൈലിൽ നിന്ന് സ്വിച്ച് ഓൺ ചെയ്യണം ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ വേറൊരു സ്റ്റൈൽ എടുത്താലും ക്ലാസിക്കൽ ഡാൻസിനൊരു ടച്ച് ഉണ്ടാവും. അതിന്നൊക്കെ എങ്ങനെയാണ് ഈ ബോളിക്സിലോട്ട് എത്തുമ്പോൾ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു ആ ടൈമിലൊക്കെ? എനിക്ക് ബുദ്ധിമുട്ടല്ല, കാരണം ഇറ്റ്സ് ഓൾ എ മാറ്റർ ഓഫ് എക്സ്പീരിയൻസ്. പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ആ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ സ്റ്റൈലിംഗ് പതുക്കെ നമ്മൾ മാറിക്കോളും. ഞാൻ ഈ കുഞ്ഞിലെ മുതൽ കംപ്ലീറ്റ്ലി ക്ലാസിക്കൽ, കേരള നടനം, ഭരതനാട്യം, മോഹിനിയാട്ടം അതൊക്കെയായിരുന്നു എൻ്റെ ഫോക്കസ്. അത് കഴിഞ്ഞ് ഇറ്റ് കെയിം ടു എ പോയിന്റ് എൻ്റെ പേരൻസ് പറഞ്ഞു, മോനെ ഇത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ കലാമണ്ഡലം സ്റ്റുഡൻ്റാണ്. അപ്പം നമുക്ക് കുറേ പ്രോഗ്രാംസ് വരും, അതിനൊക്കെ നമുക്ക് പോകണം. അപ്പോൾ ഓരോ അരങ്ങേറ്റത്തിനും അല്ലെങ്കിൽ ഓരോ സ്റ്റേജ് ഷോയ്ക്കും നല്ല എക്സ്പെൻസീവാണ്. അന്നത്തെ ഫാദറിൻ്റെ ജോലിയും ശമ്പളമൊന്നും വെച്ച് ഒരു മാസം 2-3 പ്രോഗ്രാം ഒന്നും അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഒന്ന് നിർത്തിക്കോ, പറ്റണില്ല, പഠിത്തം മുമ്പോട്ട് പോട്ടെ, ഡാൻസ് പതുക്കെ മതി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഇവിടെ കലാഭവൻ എന്ന് പറയുന്ന കലാഭവനേ ഉള്ളൂ നമ്മുടെ നോർത്തിൽ. കലാഭവൻ അവിടെ അതൊരു വലിയൊരു ബിൽഡിംഗ് ആണ്, അതിൻ്റെ ഉള്ളിൽ ഡാൻസ്, പാട്ട്, എല്ലാ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സസും അവിടെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, പപ്പ ഞാനന്ന് അവിടെ പോയി ഡാൻസ് പഠിച്ചോട്ടെ, ഇത് വേണ്ട, നമുക്ക് പ്രോഗ്രാം ഒന്നും വേണ്ട. അന്ന് 30 rupees ഒരു മാസത്തെ ഫീസ്, അത്രേ ഉള്ളൂ. അപ്പോൾ എന്താ മോൻ പഠിക്കാൻ പോണേ? സിനിമാറ്റിക് ഡാൻസ്. അപ്പോൾ അല്ലെങ്കിൽ ഡിസ്കോ ഡാൻസ്. അന്ന് ഡിസ്കോ ഡാൻസ് എന്നാണ് പറയുന്നത്, സിനിമാറ്റിക് ഒന്നും അല്ല, ഡിസ്കോ ഡാൻസ്. അങ്ങനെ ഞാൻ ഒരു 11th 12th ഒക്കെ ആയപ്പം ഞാൻ അവിടെ പോയിട്ട് ഇതിൻ്റെ ക്ലാസ് പഠിക്കാൻ തുടങ്ങി. ഇതിൻ്റെ കൂടെ പ്രോഗ്രാംസ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത് പഠിക്കാൻ തുടങ്ങിയപ്പം നാച്ചുറലി എൻ്റെ സ്റ്റൈലിങ്ങിലും ഇൻ കോഴ്സ് ഓഫ് ടൈം അതൊരു ഡിഫറൻസ് കൊണ്ടുവന്നു. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് കോളേജിലൊക്കെ ചെയ്യുമ്പോഴെല്ലാം നമ്മൾ ചെയ്യുന്നത് ഭരതനാട്യവും ഇതിലൊന്നും അല്ല അവരെന്നെ വിളിക്കുന്നത് സിനിമാറ്റിക് ഡാൻസ് ചെയ്യാനോ. ഇല്ല, ഏക്കില്ല. അപ്പോൾ എല്ലാ പ്രോഗ്രാമിനും മീറ്റപ്സിനും ഒക്കെ ചെയ്യുന്നത് സിനിമാറ്റിക് സ്റ്റൈലിലുള്ള ഡാൻസാണ്. പിന്നെ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു, ഞാൻ ഡൽഹിയിലായിരുന്നു. ഡൽഹിയിൽ നിന്ന് തിരിച്ചിവിടെ വന്നപ്പോഴാണ് സൂംബ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു ടൈം പാസ്, എനിക്ക് ജസ്റ്റ് ഞാൻ നന്നായിട്ട് ഡാൻസ് ചെയ്യുമല്ലോ, അതുകൊണ്ട് മാത്രം ഒരു സ്ട്രെസ് റിലീഫിന് വേണ്ടി പോയി ജോയിൻ ചെയ്തതാണ്. സൂംബയും ഈ ബോളിക്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ്? ഡിഫറൻഷിയേറ്റ് എങ്ങനെ ചെയ്യാതെ? സൂംബ എന്ന് പറയുന്നത് ലാറ്റിൻ റിതംസ് വരുന്ന ഒരു ഓൾ ബോഡി ഡാൻസ് കാർഡിയോ വർക്കൗട്ടാണ്. അത് ഇൻ്റർനാഷണൽ ലാറ്റിൻ റിതംസ് ആണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത്. എല്ലാവരും വിചാരിക്കുന്നത് ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ കുറേ ബോളിവുഡ് പാട്ടുകൾ എടുത്ത് ഡാൻസ് ചെയ്താൽ അത് സുംബയെന്ന്. ഒരിക്കലും അല്ല. സുംബയിലുള്ളതെല്ലാം ഇൻ്റർനാഷണൽ റിതംസ് ആണ്. അതിൽ സാൽസ, മെറിംഗെ, റെഗത്തോൺ, കുംബിയ, ബെല്ലി ഡാൻസിങ്, അങ്ങനെ കുറേ ഫിറ്റ്നസ് ബേസ്ഡ് ആയിട്ടുള്ള റിതംസ് അവരതിൽ കൊണ്ടുവന്നിട്ട് ചെയ്യുന്ന ഒരു ഫോർമാറ്റാണ് സുംബ എന്ന് പറയുന്നത്. ബോളിവുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോളിവുഡ് സ്റ്റൈൽസ്, അത് ബാംഗ്ര കാണും, ഫോക്ക് തന്നെ പല രീതിയിലുള്ള ഫോക്സ്, ഗുജറാത്തി ഫോക്ക്, മറാത്തി ഫോക്ക്, നമ്മുടെ തമിഴ് കുത്ത്, അതെല്ലാം അതിൻ്റെ ഉള്ളിൽ ഓരോരോ സ്റ്റൈലായിട്ട് വരും. ഹിപ്പ് ഹോപ്പിൻ്റെ ഫ്യൂഷൻ ഉണ്ടാവും, പഞ്ചാബി ബാംഗ്ര ഉണ്ടാവും. സോ ഇതിൽ ഇൻ്റർനാഷണൽ റിതംസ് വളരെ കുറവായിരിക്കും. ഇന്ത്യയിലുള്ള ഡാൻസ് മൂവ്സ് എന്നല്ല, ഇന്ത്യയിലുള്ള ഡാൻസിങ് സ്റ്റൈൽസ്, ബോളിവുഡിൽ വരുന്ന ഡാൻസിങ് റിതം സ്റ്റൈൽസിനെ ഫോക്കസ് ചെയ്ത് അതിനെ ഫിറ്റ്നസ് ഫോർമാറ്റിലേക്ക് മാറ്റി ഒരു ഓൾ ബോഡി ഡാൻസ് കാർഡിയോ വർക്കൗട്ടായിട്ട് ചെയ്യുന്നതാണ്
ബോളിവുഡ് അല്ലെങ്കിൽ അത് നമ്മുടെ ബ്രാൻഡ് പോളിയെക്സ് ആണ്. സോ പോളിയെക്സ് ഫിറ്റ്നസ് ബോളിവുഡ് വർക്കൗട്ടിൽ വരുന്നത് നമ്മുടെ ബോളിവുഡ് സ്റ്റൈൽസിലുള്ള വർക്കൗട്ടാണ്. സുംബ എന്ന് പറഞ്ഞാൽ അത് US ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. അതിൽ വരുന്നതെല്ലാം ഡാൻസ് കാർഡിയോ വർക്കൗട്ടാണ്, പക്ഷെ അതിൽ വരുന്നതെല്ലാം ഇൻ്റർനാഷണൽ റിതംസ് ആണ്. ഇടയ്ക്ക് വല്ലപ്പോഴും അവരൊരു ബാംഗ്ര റിതം കൊണ്ടുവന്നാലേ ഉള്ളൂ, പക്ഷേ അതർവൈസ് നോ ബോളിവുഡ്. അതിൽ ബോളിവുഡ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ഡാൻസ് കാർഡിയോ ഫിറ്റ്നസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വരാൻ പോകുന്നത് നമ്മുടെ ഹാർട്ടിൻ്റെ സ്ട്രെങ്ത് കൂടും, നമ്മുടെ ലങ്സിൻ്റെ സ്ട്രെങ്ത് കൂടും, നമ്മളുടെ എന്താ പറയുക, നമ്മുടെ ഒരു റേഞ്ച് ഓഫ് മോഷൻ, മൊബിലിറ്റി, റേഞ്ച് ഓഫ് മോഷനൊക്കെ കുറച്ച് നമ്മുടെ ബോഡിയുടെ റിജിഡ്നെസ്, സ്റ്റിഫ്നെസ് അതൊക്കെ ഒന്ന് കുറയാൻ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്റ്റാമിന വളരെ നന്നായിട്ട് കൂടും. പെട്ടെന്നൊന്നും നമുക്ക് അങ്ങനെ ഒരു അസുഖങ്ങളും കാര്യങ്ങളൊന്നും, ആ സ്റ്റാമിന ബിൽഡാകുമ്പോൾ തന്നെ ബോഡിയിലെ ഫാറ്റ് കട്ട് ഇതെല്ലാം കാലറി ബേണിംഗ് അല്ലേ, അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഹെൽത്തി ആകും. എക്സസ് ഫാറ്റ് എല്ലാം ബേണായി പോകും ഇൻ കോഴ്സ് ഓഫ് ടൈം. ഒരു ദിവസവും 2 ദിവസം കൊണ്ടൊന്നും നോ മാജിക് ഇസ് ഗോണ ഹാപ്പൻ. ഇതിൽ കൂടെ ഇമ്മ്യൂണിറ്റി കൂടും എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നമ്മുടെ ബോഡിയുടെ സ്ട്രെങ്ത് സ്റ്റാമിനയൊക്കെ കൂടുമ്പോൾ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കുറവ്. പിന്നെ ഇപ്പോൾ സുംബ പോലെയുള്ള വർക്കൗട്ടൊക്കെ ചെയ്യുമ്പം ഹോൾ വേൾഡ് ഇറ്റ്സ് മെഡിക്കലി പ്രൂവൺ, യുനോ ബ്രസ്റ്റ് ക്യാൻസർ പ്രിവെൻഷന് വേണ്ടിയിട്ട് ഇതെല്ലാം ഒരു മാർഗ്ഗങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഇതുപോലെയുള്ള എല്ലാ ഡാൻസ് കാർഡിയോ വർക്കൗട്ട്സും. ഒരുപാട് ഏജിലുള്ള ആൾക്കാരുണ്ടല്ലോ, പല പല ഏജ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ബാച്ച് ടൈമൊക്കെ എങ്ങനെയാണ് ഇവിടെ? നമ്മൾക്ക് ബിഗിനർ ലെവലാണ് എല്ലാം. നമ്മൾ ഇതിനിങ്ങനെ ഒരു അഡ്വാൻസ്ഡ് ലെവലൊന്നും ഇൻ്റർമീഡിയറ്റ് അങ്ങനെ ഒന്നും ഇതിൻ്റെ അകത്തില്ല. ഇങ്ങനത്തെ കാർഡിയോ വർക്കൗട്ട് എല്ലാവരും ഒന്നിച്ചാൽ. പിന്നെ ഇതിൽ നമുക്കിവിടെ 3 ബാച്ചസ് ആണ്, പക്ഷെ ഞങ്ങൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. വലിയ ആൾക്കാർക്കൊരു ഇത്, പ്രായം കുറഞ്ഞ ആൾ അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടില്ല. ഗ്രോ വിത്ത് ഏജയിൽ എത്തി നിൽക്കുകയാണ്. ഇനി നെക്സ്റ്റ് എന്താണ് ഗ്രോയിങ് സ്റ്റേജ് ആയിട്ട് കണക്കൂട്ടിയിരിക്കുന്നത്? ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഫീൽഡിൽ നിന്നുള്ള ഒരാളല്ല. ഞാൻ MSW കഴിഞ്ഞ് MPhil കഴിഞ്ഞ് എനിക്ക് PhD ഇൻ ജീറിയാട്രിക്സിലെ ഒരു സബ്ജക്റ്റ് എടുത്ത് ചെയ്ത് വിദേശത്ത് പോകണം അങ്ങനെയൊക്കെ ആയിരുന്നു. അവിടെ നിന്നാണ് ഞാൻ കറങ്ങി തിരിഞ്ഞ് സുംബയിൽ എത്തുന്നതും പിന്നെ അവിടെ നിന്ന് ബോളിവുഡ് എക്സിലെത്തുന്നു, പിന്നെ എനിക്ക് പുറത്ത് പോകണമെന്നായിരുന്നു. സോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ലൈഫ് പോകുന്നില്ല. സോ ആസ് ഓഫ് നൗ ഞാൻ ആഗ്രഹിച്ചതെല്ലാം എനിക്ക് ഓൾമോസ്റ്റ് ഒക്കെ കിട്ടി. എനിക്ക് വിദേശത്ത് പോകണം എന്നുണ്ടായിരുന്നു. ജോലിയായിട്ട് പോയില്ലെങ്കിൽ ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ പോയി ക്ലാസ് ഒക്കെ എടുത്ത് എനിക്ക് വരാൻ പറ്റി. പിന്നെ ഈ ഒരു ബ്രാൻഡിൻ്റെ റെപ്രസെൻറ്റേഷൻ വന്നപ്പോൾ ഞാൻ ഒന്നും അല്ലായിരുന്നു. ഐ വാസ് ജസ്റ്റ് എ ഫ്രീലാൻസ് ഇൻസ്ട്രക്ടർ. അവിടെ നിന്ന് ഞാൻ ഗ്രോ ചെയ്ത് അതിൻ്റെ മെൻറ്ററായി ഐ സ്റ്റാർട്ടഡ് എ സ്റ്റുഡിയോ. വി ഹാവ് എ കമ്മ്യൂണിറ്റി ഓഫ് 100 to 125 people working in and out of this place. I am happy with what I have, but I would still love to pursue my PhD in ഒരു മെഡിക്കൽ ആൻഡ് സൈക്കാട്രിയിൽ ഒരു സബ്ജക്റ്റ് എടുത്ത് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഗ്രൂവിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്താണെന്ന് വെച്ചാൽ ഐ എം വെരി ഹാപ്പി വിത്ത് ദിസ് പ്ലേസ്. ഇനി ഫ്യൂച്ചറിൽ എന്താ പറയുക, ദൈവം അനുഗ്രഹിച്ച് അതുപോലെ ഒരു ഫൈനാൻസ് ഒക്കെ ബെറ്റർ ആവുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ബ്രാഞ്ച് കുറച്ച് ദൂരെ എവിടെയെങ്കിലും, ഒരു കാക്കനാട് സൈഡിലോ എവിടെയെങ്കിലും ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഐ ഹാവ് നോ ഐഡിയ. ആസ് ഓഫ് നൗ ദിസ് ഇസ് മൈ ലൈഫ്. ലൈഫിൽ ചലഞ്ചസ് വന്നപ്പോഴും ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാണ്ട് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷനായി, ഗ്രോയിങ് സ്റ്റേജിൽ കൂട്ടായി. ഇനിയും അത് വളരട്ടെ, ഈ കണ്ടീഷനൊക്കെ മാറി ഒരു മിറാക്കിൾ ജീവിതത്തിൽ സംഭവിക്കട്ടെ, പെയിൻലെസ് ആയിട്ടുള്ളൊരു ലൈഫ് ഉണ്ടാവട്ടെ എന്ന്. Thank you so much. Thank you so much. Thank you so much for coming. And I hope this reaches to a lot of people and it turns out to be an inspiration. അപ്പം ഒന്നും ചെയ്യാത്ത ആൾക്കാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പുറത്തിറങ്ങി അറ്റ്ലീസ്റ്റ് ഒന്ന് നടക്കാൻ പോകാനെങ്കിലും ഈ ഇത് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ അവർക്കും ആകട്ടെ. അതെ അതെ, അത്രേ ഉള്ളൂ. നമ്മൾ ലോകം മുഴുവനും നമ്മളെ കൊണ്ട് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞാലും നമ്മൾ തീരുമാനിക്കുകയാണ് നമ്മളെ കൊണ്ട് സാധിക്കും എന്ന് കരുതിയാൽ ബുദ്ധിമുട്ടാണ്. ആ ലൈഫ് ജേർണി ഈസ് ഗോയിങ് ടു ബി വെരി 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 ഡിഫിക്കൾട്ട്. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ഈസി. റോം വാസ് നോട്ട് ബിൽഡ് ഇൻ എ ഡേ എന്നൊക്കെ പറയില്ലേ, എത്ര ആൾക്കാരുടെ പ്രയത്നം കൊണ്ടാണ് ആ വലിയ സിറ്റി വന്നത്. അപ്പോൾ അതുപോലെ നമ്മളുടെ ലൈഫും ആ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ മേർജ് ചെയ്യുക. നമ്മൾ നമ്മളെ തന്നെ ബിൽഡ് ചെയ്തെടുക്കുക. ആൻഡ് സമയം പിടിക്കും, ഒരുപാട് നാൾ പിടിക്കും. ജേർണി ഈസ് ഗോയിങ് ടു ബി ലോങ്. ജസ്റ്റ് കീപ് ദ ഗ്രൂവ് ഗോയിങ്. Thank you. Thank you so much.